ഹലോ നമസ്കാരം. താരാസൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നോമ്പ് കാല കറികൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല. അവിയൽ കറിയും കപ്പങ്ങ തോരനുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോമ്പ് കാല കാരണം പച്ചക്കറികളാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ നോയമ്പൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മളുടെ കൊളസ്ട്രോളും കുറയാനും നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാനൊക്കെ ആയാലും എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്തെ പച്ചക്കറികളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്, അതിൻ്റെ റെസിപ്പീസ്. അപ്പോൾ നമുക്ക് അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലിൽ കായാണ് ഞാൻ കൂടുതലെടുത്തേക്കണം. അപ്പോൾ കായ ചീത്തായി പോകാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം എടുത്ത് ഞാൻ മഞ്ഞൾ വെള്ളത്തിലിട്ടേക്കാണ്. അപ്പോൾ അത് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് ഉരുളൻകിഴങ്ങും, ഇത്രയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചക്കറികളുള്ളൂ. വേറെ പച്ചക്കറികളൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് അവിയലിന് വേണ്ടി അരിഞ്ഞെടുക്കാം. പിന്നെ കപ്പങ്ങ നമുക്ക് തോരൻ വയ്ക്കാനാണ്. കപ്പയ്ക്കായ പിന്നെ വേറെ എന്തോ പേരുകളൊക്കെ പല സ്ഥലങ്ങളിലും പല പേരാണ് കപ്പങ്ങയ്ക്ക്. ഇപ്പോൾ ഞങ്ങളിവിടെ കപ്പങ്ങ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് അവിയൽ കഷ്ണങ്ങൾ കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് കഷ്ണങ്ങളൊക്കെ നമുക്ക് കഴുകി എല്ലാം ഞാൻ ഉരുളിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ച് ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് അവിയലിലേക്ക് ഇട്ടിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. പിന്നെ നമ്മൾ കപ്പങ്ങ തോരൻ വയ്ക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കപ്പങ്ങ ഇട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കപ്പങ്ങ തോരൻ റെഡിയായി. പിന്നെ നമുക്ക് ഇഞ്ചിക്കറിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ച്.